ആളുകൾ കേൾക്കുന്നത് എന്തോ വലിയ എന്താ പറയുക വലിയ സംഭവമാണ്, നമുക്കൊക്കെ ഭയങ്കര സാമ്പത്തികമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ജപ്തിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് വിചിത്രമായിട്ട് തോന്നിയ ഒരു വ്യക്തി തന്നെയാണ് വാവ സുരേഷ്. അതായത് പാമ്പുകളോട് കുട്ടിക്കാലത്ത് തോന്നിയ സ്നേഹം അത് തന്നെ തൊഴിലായിട്ട് സ്വീകരിക്കുന്നു. പല പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ ഈ തൊഴിൽ കാരണം ലൈഫ് റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ പണിക്ക് പോകരുതെന്ന്. എന്നിട്ടും ഇദ്ദേഹം ഈ പണി തുടർന്നു. പാമ്പിന്റെ കടിയേറ്റ് ജീവൻ പോകുന്ന അവസ്ഥ വന്നിട്ട് പോലും ഇദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയില്ല. അത്രയ്ക്കും ഇൻട്രസ്റ്റ് ആയിട്ട് ഇദ്ദേഹം ഏറ്റെടുത്തൊരു മേഖലയാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഡേഞ്ചർ ആണ്, അതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടേക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തൊഴിൽ വിടും. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല, അത് മുന്നോട്ട് തന്നെ പോയി. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊഴിൽ കൊണ്ട് ഇദ്ദേഹത്തിന് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, ഒരുപാട് അവമാനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെന്നാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അധ്വാനിച്ചിട്ടും ആളുകൾ കേൾക്കുന്നത് എന്തോ വലിയ എന്താ പറയുക വലിയ സംഭവമാണ്, നമുക്കൊക്കെ ഭയങ്കര സാമ്പത്തികമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ജപ്തിയാണ്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും താമസിക്കുന്ന സ്ഥലം, അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തി മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് 15-20 വർഷങ്ങൾക്ക് മുന്നേ ലോൺ എടുത്ത വീടാണ്. അത് ജപ്തിയാണ്. ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ പിന്നെ മന്ത്രിയൊക്കെ പോയി കണ്ടത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കും. ഇനി 2 മാസത്തിനകത്ത് അത് അടച്ചു തീർക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, വാവാ സുരേഷിനെ പാമ്പിനെ പിടിക്കാനായിട്ട് വിളിക്കുവാണെങ്കിൽ ഒരുപാട് പൈസ പുള്ളി മേടിക്കും, പുള്ളിക്ക് നല്ല ചെലവാണെന്നൊക്കെ. പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്നതാണ്. സത്യം പറയുവാണെങ്കിൽ ഈ മേഖലയിലും കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് പാമ്പിനെ പിടിക്കുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ തൊഴിൽ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹം ഇന്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ ഏതെങ്കിലും ഒരു പാമ്പൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ, അത് ഡേഞ്ചർ ആയിട്ട് നമുക്ക് മാറുവാണെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന മുഖം ഇദ്ദേഹത്തിന്റേതാണ്. ഇദ്ദേഹത്തെ വിളിക്കത്തുള്ളൂ, വേറെ ആരെയും വിളിക്കത്തില്ല. ഇദ്ദേഹമാണ് ഈ മേഖലയിൽ ഏറ്റവും ഫേമസ്. ഇദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് തൊഴിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പണി കൊടുക്കുക, അതാണ് മറ്റുള്ളവർ നോക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെക്കാട്ടിലും സേഫ് ആണ്. ഇദ്ദേഹത്തിന് ആരൊക്കെയോ പണി കൊടുത്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു തട്ടുകടയിൽ സപ്ലയർ ആയിട്ട് ഇദ്ദേഹം നിൽക്കുകയാണ്, ഒരു സുഹൃത്തിന്റെ തട്ടുകടയാണ്. എല്ലാവരും ഓർക്കുന്നത് ഇദ്ദേഹം സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലാണെന്നാണ്. ഒരിക്കലുമല്ല. ഇപ്പൊ തിരുവനന്തപുരത്തു നിന്ന് ഇടുക്കിയിലേക്ക് പാമ്പിനെ പിടിക്കാൻ വരുവാണെങ്കിൽ അതിന്റെ ചിലവുകളുണ്ട്. പാമ്പിനെ പിടിക്കാൻ വന്നിട്ട് ഇദ്ദേഹം ഒരു 5000 രൂപ മേടിച്ചാലും ഇദ്ദേഹത്തിന്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കണം. ഇദ്ദേഹത്തിന്റെ ചിലവ്, കൂടെ വരുന്ന ആളുടെ ചിലവ്. മിക്കപ്പോഴും ഇദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ കൂടെ ആരും ഇല്ല. എന്നാലും ഇദ്ദേഹം വാങ്ങിക്കുന്ന പൈസയും ചിലവും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിന് നഷ്ടമാണ്. ഇദ്ദേഹം പറയുന്നുണ്ട് ഇതിന്റെ പുറകെ പോയിട്ട് ഇദ്ദേഹത്തിന് കുടുംബം നോക്കാൻ പറ്റിയില്ല, അച്ഛനും അമ്മയും നോക്കാൻ പറ്റിയില്ല, അങ്ങനെ പല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീട് ജപ്തിയാണ്. അതായത് ഓൾറെഡി ജപ്തി ചെയ്യുന്ന തീയതിയൊക്കെ കഴിഞ്ഞു. മന്ത്രിയോടൊക്കെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ അവസ്ഥയെല്ലാം പറഞ്ഞിട്ട് ജപ്തി ചെയ്യുന്ന തീയതി മാറ്റി വെച്ചിരിക്കുകയാണ്. വാവയ്ക്ക് ഇന്നലെ ഞാൻ കടയിൽ പോയി പറഞ്ഞു, വാവയ്ക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വലിയ ഒരു 2 നില വീടുണ്ട്. പാല പുതിയതായിട്ട് വാങ്ങി എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട് വസ്തു വാങ്ങി വെച്ചാൽ അവിടെ ആ വാവശ്രീൻ്റെ വീട്, വാവശ്രീ ആ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നും ആ ഓലറ്റ വീട്ടിലാണ്. എൻ്റെ അമ്മയെ അനിയത്തിനാണ്, ഞാൻ ലോഡ്ജിലാണ്. ഞാൻ 7 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ് ലോഡ്ജിൽ. അത് വേറൊന്നും കൊണ്ടല്ല. ഒരിക്കലും ഇദ്ദേഹം അമ്മയോടും പെങ്ങളോടും പിണങ്ങിയിട്ടാണ് മാറിപ്പോയി താമസിക്കുന്നതെന്ന് ഓർക്കരുത്. കാരണം ഇദ്ദേഹത്തിന്റെ അവസ്ഥ കൊണ്ടാണ് മാറിപ്പോയി താമസിക്കുന്നത്. അതായത് അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ അസുഖമുള്ള ആളുകളാണ്. ഇദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് കോള് വരാം. അപ്പൊ ഇദ്ദേഹത്തിന് പോകേണ്ടി വരും. അതായത് രാത്രിയിലൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേനും അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ ഇറങ്ങി പോകുമ്പോഴത്തേനും എത്ര രാത്രിയാണെങ്കിലും നമ്മൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കത്തില്ല. ഇപ്പൊ ചായ ആണെങ്കിലും ഇട്ട് കൊടുത്തിട്ടേ അവർ വിടത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. അതൊക്കെ ഓർത്തിട്ടാണ് ഇദ്ദേഹം മാറി താമസിക്കുന്നത്. കാരണം അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. വാവാ സുരേഷിന്റെ പെങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ അത് വാവാ സുരേഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു ആങ്ങളെ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം മാറിയാണ് താമസിക്കുന്നെങ്കിലും കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം നോക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഈ പാമ്പിനെയാണല്ലോ പിടിക്കുന്നത്. പാമ്പുമായിട്ട് ഏറ്റവും അധികം അടുത്തിടപഴകുന്നു, പാമ്പുകളുടെ മുട്ട വിരിയിക്കുന്നു, പാമ്പുകളെ ഉമ്മ വയ്ക്കുന്നു, പാമ്പുകളെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ ഇതിനെ ഒരു അറപ്പിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക, ആ അനുഭവങ്ങളോ? അയ്യോ, നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാലോ. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം ഒരാൾ പാമ്പിനെ പിടിക്കാൻ പോയി. ഞാൻ കൈയൊക്കെ കഴുകി, ബാക്കിയുള്ള എല്ലാവരും ഷേക്കൻഡ് കൊടുത്ത് അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റും, പെട്ടെന്ന് കൈ വലിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, 4-5 ദിവസങ്ങൾക്ക് അല്ല, ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാനിതുള്ളൊരു പാമ്പിനെ അതിഥിയെ പിടിച്ചു. കൈയൊക്കെ സോപ്പിട്ട് ഒക്കെ കഴുകി. എന്നിട്ട് അത് എനിക്ക് 500 രൂപ തന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് കൈ കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കയ്യിലങ്ങ് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് കൈ വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ അറപ്പാട്ടും വെളുപ്പാട്ടൊക്കെ ഉണ്ടാകുന്നുള്ളൂ. പിള്ളേരെ മക്കളെ സാധാരണക്കാരാണ് കേട്ടോ കൂടുതൽ. കൊച്ചു മക്കളെ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നപ്പോൾ നമ്മൾ കൊച്ചു മക്കൾക്ക് തൊടാൻ ചെല്ലുമ്പോൾ ഒരു പതുക്കെ കൊച്ചിന് ഇഷ്ടമില്ലാത്ത ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന സംഭവത്തിൽ മനുഷ്യനല്ലേ, എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് കൈ അങ്ങ് കഴുകിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോയി. എപ്പോഴും അത് നിലനിൽക്കത്തില്ല. അയാൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് പാമ്പിനെ പിടിച്ചില്ലെങ്കിൽ, ആ പാമ്പ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താവും? സത്യം പറയാണ്ട് പുള്ളിയോട് നന്ദി പറയുകയാണ് വേണ്ടത്, അല്ലാതെ പുള്ളിയെ അവമാനിക്കുകയല്ല വേണ്ടത്. നിങ്ങളോർക്കും പുള്ളിക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന്, പക്ഷെ പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് ഈ ഫീൽഡിലുള്ള മനുഷ്യനാണ്. അയാൾക്ക് കൈ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന നിങ്ങളാണ്, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴത്തേനും ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തുമ്പോഴത്തേനും
ഈ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴത്തേനും ഇതിന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറയുവാണെങ്കിൽ ഈ ഒരു തൊഴിലിന്റെ പുറകെ പോയിട്ട് ഒരുപാട് ഇൻസൾട്ട്, മാറ്റി നിർത്തൽ അതൊക്കെ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഇദ്ദേഹം തളരാതെ മുന്നോട്ട് പോയി. അത് ഇദ്ദേഹത്തിന്റെ ഒരു വിൽ പവർ ആണ്. എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു. അതേ പ്രിൻസിപ്പളാണ് മറ്റായിരുന്നു. അതേ എന്താ പറയുക, സ്കൂളിലെ എച്ചമ്മ എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ഒരു പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതൽ എനിക്കതുണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ അല്ല ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് കുടിക്കാൻ വെള്ളം തരുക. അപ്പോൾ മക്കളെ ഇപ്പോൾ കൊണ്ടോ കുടിക്കാൻ പോയിട്ട് അവർ വീട്ടിൻ്റെ പുറകിലൂടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റ് കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം തന്നത്. അത് വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കില്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പിയൊക്കെ മഗ്ഗാണെന്ന്. ഞാൻ അങ്ങനെ കുടിച്ചില്ല. സത്യം പറയുവാണെങ്കിൽ വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യനായിട്ട് പുള്ളിയെ കൺസിഡർ ചെയ്യുന്നില്ല പലരും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമ്മളൊക്കെ ബന്ധുവീട്ടിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ഓരോ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് അറിയാം ഈ വേദന. എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു കാര്യമില്ലെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഒരു ടീച്ചറാണ്, ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. സത്യം പറയുവാണെങ്കിൽ ഇവർ പാവപ്പെട്ട കുട്ടികളോടൊക്കെ പെരുമാറിയ രീതി എങ്ങനെയായിരിക്കും? അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും അന്മാർക്കുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട് ഞാൻ വരയിരുത്തി ഇരുന്നു, പായസം എടുക്കാന്ന് പറഞ്ഞു. ശരി, ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 3/4 മണിക്കൂറായി പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ അഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവരെല്ലാം അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ക്ലാസ്, 19ഓളം ക്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് കുടിക്കുമ്പോൾ ഞാൻ ഡിസ്പോസ് ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ മേഖലയിൽ. പക്ഷെ അന്ന് എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, ഒരുപാട് അനുഭവങ്ങൾ. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് തിരുവോണത്തിന് ഇദ്ദേഹത്തിനെ ക്ഷണിച്ചു, വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു ഫുഡ് ഞാൻ കഴിക്കാൻ വരത്തില്ല, ഞാൻ അടുത്തൊരു അനാഥാലയത്തിൽ പോയിട്ടാണ് കഴിക്കുന്നത്, എല്ലാ വർഷവും അവിടുത്തെ കുട്ടികളുടെ കൂടെയാണ്, അതുകൊണ്ട് ഞാൻ വന്നിട്ട് പായസം കുടിക്കാന്ന്. അവരൊരുപാട് നിർബന്ധിച്ചിട്ടാണ് ഇദ്ദേഹം പോയത്. ഇദ്ദേഹം അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും പായസം എടുക്കാനായിട്ട് ഡിലേ ആയെന്നാണ് പറയുന്നത്. ഒരുപാട് സമയം എടുത്തു പായസം എടുക്കാനായിട്ട്. ആദ്യമൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലായില്ല ഇത്രയും ലേറ്റ് എന്തിനാണ് അവരാക്കുന്നതെന്ന്. പിന്നെയാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. അതായത് ആ വീട്ടിലെ കുട്ടീനെ ഇദ്ദേഹത്തിന് പായസം കൊടുക്കാനായിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് വാങ്ങിക്കാനായിട്ട് വിട്ടേക്കുമായിരുന്നു. ഇപ്പൊ അവരൊരു പാവപ്പെട്ട വീട്ടിലെ ആളുകളാണ്, ഗ്ലാസ് ഒക്കെ കുറവാണെങ്കിൽ നമ്മൾ ഓർക്കാം ഗ്ലാസ് കുറവാണെന്ന്. പക്ഷെ അവിടെ കുറെ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്ന ഇദ്ദേഹം കണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ആ തെണ്ടികൾ എന്തിനാണ് ഇയാളെ വിളിച്ചത്? ഇയാളെ വിളിച്ചിട്ട് അവമാനിച്ചു വിട്ടു, അതാണ് ചെയ്തത്. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കണക്കുകൾ നിരത്താൻ പറ്റാത്തൊരു നഷ്ടമുണ്ട്. കുടുംബത്തിനായിരുന്നു. ഇപ്പോൾ എനിക്ക് അമ്മയ്ക്കൊരു അസുഖം വന്നു, എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അച്ഛനൊരു അസുഖം, അച്ഛനിപ്പോൾ ക്യാൻസർ ആയിട്ട് എടുത്തിട്ട് എനിക്ക് നോക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എപ്പോഴും ഇതൊരു ലഹരിയായപ്പോൾ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ഇതാണെന്ന് ചിന്തിച്ച് ഇങ്ങനെ കോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനെ ഞാൻ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ വെച്ച്, സേവനയിൽ നിന്നൊക്കെ ആൾക്കാരെ വെച്ചാൽ അച്ഛൻ നോക്കി. അപ്പോൾ ഇപ്പോൾ അനിയത്തി ട്രീറ്റ്മെൻറ്റിലാണ്. കിഡ്നിയുടെ പ്രശ്നങ്ങൾ, 2 കിഡ്നിയും ഫെയിലിയർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ്, ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് കുറവുണ്ട്, ഷുഗർ വളരെ കൂടുതലാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ തന്നെ 2 ചേട്ടന്മാർ എനിക്ക് വേറെയുണ്ട്. പക്ഷെ അവർ എന്താണെന്ന് അറിയില്ല, അവരുടെ മനസ്സെങ്ങനെയല്ല, അവർക്ക് സമയത്തിന് നോക്കാൻ അവർ സത്യമായിട്ട് ഇത് പറയാൻ പാടില്ല, എന്നാലും വിഷമം കൊണ്ട് പറയാം. ഇന്നലെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഇന്നലെ ഞാൻ നാട്ടിലില്ല. എൻ്റെ അനിയത്തി പെട്ടെന്ന് ദേഹം തളർന്നു വീണു. പ്രഷർ ഇത് എന്താ പറയുക, ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, കിഡ്നി പ്രശ്നമുള്ള പെട്ടെന്ന് തളർന്നു വീണു. ഇരുന്നിരിക്കും. അതിന് അതേ അനിയത്തി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് 2 ചേട്ടന്മാരെ മാറി വിളിച്ച്. രണ്ടുപേരും ഒരാൾ വീട്ടിൽ കെട്ടിൽ കിടന്നുകൊണ്ട് ഫോൺ എടുത്തിട്ട് ഞാൻ ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാലോ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പാൻറ്റ്. അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് വിഷമങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ പെങ്ങളും ഒരു ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്ന കൃത്യമായിട്ടാണ് അവിടെയും പറയുന്നത്. ഇദ്ദേഹത്തിന് കടിയേറ്റപ്പത്തേനും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ട് സീരിയസ് ആയിരുന്നു. ആളുകളൊക്കെ പറഞ്ഞു ഇനി ഇതിന്റെ പുറകെ പോരുന്നു. എന്നിട്ടും ഇദ്ദേഹം പോയി. കാരണം ഇദ്ദേഹത്തിന്റെ പാഷനാണിത്. മുന്നിലൊരു വീട്, അവർക്ക് വീട് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാനായിട്ട് വാങ്ങാനായിട്ട് ആൾ വരുമ്പോൾ പരസ്യം കൊടുക്കും. ആൾ വരുമ്പോൾ ഒരു പാമ്പ് അത് ഇങ്ങനെ അപ്പുറത്തുനിന്ന് കഴിഞ്ഞ് നേരെ ഇപ്പുറത്ത് വന്നു. അവർ വീട് പാമ്പ് ഉള്ളതുകൊണ്ട് വീട് വാങ്ങാതെ പോകുമ്പോൾ അടുത്ത ആൾ വരുമ്പോൾ സെയിം ഇദ്ദേഹം വീണ്ടും അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇവർ ആരോടും പറയാതെ ചേട്ടാ നമുക്കതിന് പിടിക്കണം. അങ്ങനെ ഞാൻ ഇന്ന് വൈകിട്ട് പോയി മതിൽ പൊളിക്കാൻ തുടങ്ങി. ഞാൻ ആരും അറിഞ്ഞില്ല. നാളെ രാവിലെ 11 മണി വരെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. അതായത് 24 മണിക്കൂറും ഇദ്ദേഹം അവിടെ നിന്ന് മതിൽ പൊളിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. ഈ കഴിഞ്ഞ അവസാനത്തെ കടി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ കയ്യിലോ നമ്മുടെ ബാങ്കിലോ അക്കൗണ്ടിൽ പൈസയോ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ പോകണം. അത് കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല. എനിക്ക് ആ ലാസ്റ്റ് കടിയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമ്മളോട് എല്ലാവരും കാണും, ഇല്ലെങ്കിൽ ആരും കാണത്തില്ല. സത്യം പറയുവാണെങ്കിൽ ഈ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് ഞാൻ ഓർത്തിരുന്നത് വാവാ സുരേഷ് ഒക്കെ നല്ല നിലയിലാണ്, ഒരുപാട് പൈസ ഒക്കെ കയ്യിലുണ്ടെന്നാണ്. പക്ഷെ അതൊന്നും സത്യമല്ലെന്ന് ഈ ഇന്റർവ്യൂ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.